നിയമനമെവിടെ സർക്കാർ? നിയമനമെവിടെ അധികാരികൾ? തുറക്കൂ സർക്കാർ. നിയമനം നടത്തൂ സർക്കാർ. CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ അനിശ്ചിതകാല സമരത്തിന് ഇന്ന് 4 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 2023 ഏപ്രിൽ 13-നാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. എന്നാൽ ഇതുവരെ നിയമനം നടന്നത് 21% മാത്രമാണ്. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിൻ്റെ ആശങ്കയിലാണ് ഇവിടെ അനിശ്ചിതകാല സമരത്തിലായിരിക്കുന്ന ഉദ്യോഗാർത്ഥികളും. 2019 എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റിനകത്തുള്ള 10,000 പേരെ പ്രതിനിധീകരിച്ച് വരിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ ഉള്ളത്. പ്രധാനമായിട്ടും നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 4 വർഷമായി അല്ലെങ്കിൽ മിനിമം ഒരു 5 വർഷം മൊത്തം 5 വർഷമായി റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട്, അതായത് 2019 നോട്ടിഫിക്കേഷൻ വന്ന് 2021, 22 പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന 2 ഘട്ട പരിഷ്കാരം കേരള PSC കൊണ്ടുവരികയും അതിനകത്ത് പാളിച്ച ഉണ്ടായെന്നുള്ളത് കേരള PSC അംഗീകരിക്കുകയും സർക്കാർ അംഗീകരിക്കുകയും ചെയ്ത കാര്യമാണ്. ഈ ബാക്കി വന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് വെച്ചാൽ ആ റാങ്ക് ലിസ്റ്റിനകത്ത് വന്ന 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് അതിന് ബലിയാടായി മാറിത്തീർന്ന് ഇന്നീ സെക്രട്ടറിയുടെ വാതിക്ക് വന്ന് സമരം ചെയ്യേണ്ട ഒരു ഗതികെട്ട അവസ്ഥയാണ് ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കേരളത്തിലെ 10,000-ഓളം വരുന്ന യുവജനങ്ങളുടെ ജീവിതമാണ് ഈ റാങ്ക് ലിസ്റ്റ്. 7 ബറ്റാലിയനുകളിലായി 13,975 പേരുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും 3,019 പേർക്ക് മാത്രമാണ് ഇതുവരെ നിയമനം ലഭിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം 84% നിയമനം ഈ CPO റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടന്നു. എന്നാൽ ഇപ്രാവശ്യം അത് 21% താഴെയായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്, ഒരു ദയനീയ കാഴ്ചയാണ്. ഇതിനോടനുബന്ധിച്ച് നമ്മൾ എല്ലാ അധികാരികളെയും കണ്ടു, എല്ലാ ഭരണകക്ഷി പാർട്ടികളെയും പ്രതിപക്ഷത്തിലെ എല്ലാ ആൾക്കാരെയും കണ്ടു. എന്നിട്ടും PSCയും അധികൃതരും കണ്ണു തുറക്കാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഈ ഫെബ്രുവരി മാസം 12 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്, രാപ്പകൽ സമരത്തിലേക്ക് നമ്മളിപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ 530/2019 കാറ്റഗറി കഴിഞ്ഞതിന് ശേഷം 537/2022 എന്ന് പറയുന്ന ഒരു പുതിയൊരു കാറ്റഗറി ഇറക്കുകയും അതിൻ്റെ ഫിസിക്കൽ വരെയുള്ള നടപടികൾ ഈ ഒരു PSCയും ഗവൺമെൻറ്റും കൂടെ നടത്തി എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 2023 ഡോക്ടർ വന്ദനാദാസ് കൊലപ്പെട്ട ഒരു സംഭവം കേരളത്തെ നാണം കെടുത്തിയ ഒരു സംഭവമായിരുന്നു. അന്ന് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി അവരുടെ വീട്ടിൽ ചെന്ന് ആശ്വാസം കൊടുത്തു. അതിനോടൊപ്പം അന്ന് തീരുമാനിച്ചൊരു കാര്യമാണ് എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും പോലീസ് 8 പോസ്റ്റ് രൂപീകരിക്കുമെന്നുള്ളത്. എന്നിട്ട് രൂപീകരിച്ചോ? ഇന്നും ആ ഒരു ഫയൽ ആഭ്യന്തര വകുപ്പിന് കീഴിൽ കെട്ടിക്കിടക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ ആളെ എടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഈ റാങ്ക് ലിസ്റ്റിൽ ഇനി നിയമനം കിട്ടാനുള്ള 10,000 ഉദ്യോഗാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും അല്ല ബാധിക്കുന്നത്, ഈ നാട്ടിലെ 3.5 കോടിയോളം ജനങ്ങളുടെ സുരക്ഷയാണ് ബാധിക്കുന്നത്. വർഷാവർഷം നിയമനം നടന്നുകൊണ്ടിരുന്ന തസ്തികയായിട്ട് കൂടി COVID-19 2 ഘട്ട പരീക്ഷയും കാരണം മുഴുവൻ നടപടികളും പൂർത്തിയാകാൻ 4 വർഷം വേണ്ടി വന്നു. 26 വയസ്സുവരെ മാത്രം പ്രായപരിധിയുള്ളതിനാൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 90% പേരുടെയും അവസാന പ്രതീക്ഷയും സ്വപ്നവും കൂടിയായിരുന്നു ഇത്. തിരുവനന്തപുരം വരെ ഒട്ടനവധി ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. പല ഉദ്യോഗാർത്ഥികളും ഈ 4 വർഷത്തെ PSCയുടെ പുതിയ പരിഷ്കരണം കാരണത്താൽ തന്നെ ഏജ് ഓവറായി പല ആൾക്കാർക്കും. ഇനി ഒരു പുതിയ PSC എക്സാം എഴുതാനോ ബാക്കിയുള്ളതിനോ അപ്ലൈ ചെയ്യാം, ഒരു കോഴ്സിലേക്ക് ഒരൊറ്റ എക്സാമിന് എഴുതാൻ പറ്റാത്തൊരവസ്ഥയാണ് നിൽക്കുന്നത്. വളരെ ദയനീയമായ അവസ്ഥയാണ് ഞങ്ങളെല്ലാവരും കടന്നു പോകുന്നത്. ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ 2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 57 ദിവസത്തിനുള്ളിൽ അത് ഒട്ടനവധി എല്ലാ ലിസ്റ്റിലും ഈ ഉൾപ്പെട്ട ലിസ്റ്റിൽ ഉള്ള എല്ലാവർക്കും ജോലി വേണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ മാത്രമാണ് 2 എക്സാം എഴുതിയിട്ടുള്ളത്, ബാക്കി ഒരാളും 2 എക്സാം എഴുതിയിട്ടില്ല. ഞങ്ങൾ മാത്രമാണ് 2 എക്സാം എഴുതിയത്. അപ്പോൾ അതിനകത്ത് തന്നെ ഈ ലിസ്റ്റിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികളും ജോലി കിട്ടുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കേരളത്തിലെ ബഹുമാനപ്പെട്ട മന്ത്രി ഈ അടുത്തിടയ്ക്ക് പറയുകയുണ്ടായി, PSC എഴുതി ജോലി മേടിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു, ഇനി നിങ്ങൾ മീൻ വിൽക്കാനാണെങ്കിൽ PSCയുടെ കാലം കഴിഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട ഒരു മന്ത്രി, അത്രയും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു ആൾ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് കേരളത്തിൽ പിന്നെ ഒരു ഭരണഘടനാ സ്ഥാപനം? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ പ്രസക്തി എന്താണ്? ഗവൺമെന്റും PSCയും ഇതിൽ അടിയന്തരമായിട്ട് ഒരു ഇടപെടൽ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സമരത്തിൽ ഒരു മുന്നേറ്റവും ഇല്ല എങ്കിൽ മരണം വരെ നിരാഹാരം കിടന്ന് നമ്മളെ ഈ ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിൽ മരിച്ചു വീഴാൻ പോലും തയ്യാറായിട്ട് 10,000 കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാത്തു നിൽക്കുന്നത്.